ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഇനി ആത്മഹത്യ ചെയ്യില്ല എന്ന് ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്ക് അവൻ വാക്ക് കൊടുത്തു. ഓരോന്ന് കേൾക്കുമ്പോഴും പാവ എന്റെ ചേച്ചിയുടെ മനസ്സാ പെടേണത്. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം പൂച്ചയെ പോലെയാ. മനസ്സറിയാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് ആര് തലോടിയാലും പെട്ടെന്ന് ഇണങ്ങും. പിന്നെ മടിയിൽ കയറും, മുത്തം തരും, മുട്ടിയുരുമും. അങ്ങനെ ഇണക്കം കൊണ്ടൊരു ബഹളം തന്നെ ആവും. എന്തായാലും ഒരു റിക്വസ്റ്റേ ഉള്ളൂ. കോന്തുള്ളി നാരിക്ക് ഒത്തിരി അനന്തരവന്മാരുള്ളതാ. വല്ല മനസ്സുമാറ്റം ഉണ്ടാവുമ്പോ ഈ ഉള്ളവനെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചേക്കണേ. സ്വയം ഒഴിഞ്ഞു പോകാനാ. കാര്യമായിട്ടാണോ പറയണത്? ആ, കൂട്ടുകാരന്റെ അനുഭവം അതാണല്ലോ. അതുകൊണ്ടൊരു സംശയം. അടങ്ങിയോ? വഴി മാറി, എനിക്ക് പോണം. ആ, ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഭയങ്കര കഷ്ടാ. തമാശ അത്? കലങ്ങിയ കണ്ണും കറുത്ത മുഖവും ഈ പെണ്ണിന് അഴകാ. കോന്തുണ്ണി നായരുടെ മോളെ ഒരു കോന്തനും ഞാൻ വിട്ടുകൊടുക്കില്ല. സത്യം. അല്ലെങ്കിലും സത്യത്തിന്റെ മുഖം വിരൂപമാണല്ലോ. നിന്റെ അച്ഛൻ കോന്തുണ്ണി നായരുടെ മുഖം പോലെ. ആ, എന്റെ പതിവ് കോട്ട കിട്ടിയില്ലല്ലോ. മതി, ഇനി കൊഞ്ചണ്ട. വിശ്വാസമില്ലാത്തതിനെ സ്നേഹിക്കാൻ ഈ ശ്യാമളെ കിട്ടില്ല. ഈ പിണക്കത്തിന് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരട്ടെ. ഒരിത്തിരി വെള്ളരിക്കാൻ നീരും, ഇത്തിരി തേനും, ഒരിത്തിരി പാൽപ്പാടിയും ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞൊന്ന് കഴുകിയാൽ മുഖത്തെ ഈ മുൻകോപം മുഴുവനും മാറിക്കിട്ടും. ഓ, ഈ ആഴ്ചത്തെ വനിതാ മാഗസിനുള്ളതാ. അല്ല, ഞാനെന്താ മോണോയിട്ട് കളിക്കാൻ വന്നതാ? ഞാൻ പോവാ. പിന്നെ ഞാനൊരു പിറന്നാളിന് ക്ഷണിക്കാൻ വന്നതാ. ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടേ. അവളുടെ പിറന്നാൾ ഈ വരുന്ന 17-ാം തീയതി തിങ്കളാഴ്ച. എന്റെ വകയായി ടോം ആൻഡ് ജെറി പാർക്കിൽ ചെറിയൊരു വിരുന്നുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന് ഈ കുട്ടി കൂടി അതിൽ പങ്കെടുക്കണം. ഞാൻ പോവാ. ഈ കുട്ടി എന്താ കുട്ടി? കുട്ടിയുടെ കാമുകി സുന്ദരിയാണോ? അതാണ് കുട്ടി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. കൊള്ളില്ല. ഇരുട്ടത്ത് കാണാൻ കൊള്ളാം, പക്ഷെ വെളിച്ചത്ത് കണ്ടാ പേടിച്ചു പോകും. ഏതാണ്ട് ഈ മുഖം പോലെ. കുഞ്ഞനന്തനല്ലേ ഇത്? അവനിപ്പോ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയ. നിന്റെ ഒപ്പം എന്നെ കണ്ട ഇനി അത് മതി. ഞാൻ പോവാ. ആക്രാന്തം വേണ്ട, മെല്ലെ മെല്ലെ. നീ എന്താ ദേവിയോട് പ്രാർത്ഥിച്ചേ? കണ്ണടച്ച് പ്രാർത്ഥിച്ച കാര്യം പുറത്ത് പറയരുതെന്നാ. ഇയാൾ എന്താ പ്രാർത്ഥിച്ചത്? മറ്റൊന്നുമല്ല, ഇനി ഒരു ബൈപ്പാസ് സർജറിക്ക് ഇട നൽകാതെ നിന്റെ അച്ഛൻ കോന്തുണ്ണി നായരെ അടുത്ത അറ്റാക്കിലെങ്കിലും അങ്ങോട്ട് എടുത്തേക്കണേ ദേവീന്ന്. ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയുള്ള കാലം പ്രാക്ടിക്കലായി പ്രാർത്ഥിച്ചാലേ ഗുണമുള്ളൂ. നിന്റെ അച്ഛനൊന്ന് ചത്ത് കിട്ടാതെ നമ്മൾ ഒന്നിക്കുന്ന പ്രശ്നമേ ഇല്ല. ചളവാക്കല്ല, അന്തസ്സായിട്ട് കഴി. വാസുവേട്ടൻ. അയ്യോ, സോറി, കണ്ടില്ലായിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ? വായ്ഗുളി വാങ്ങിക്കാനാവും. ആർക്കാണാവോ? മുത്തച്ഛനോ അച്ഛനോ കൊച്ചച്ഛനോ ഇളയച്ഛനോ വല്യച്ഛനോ അതോ നാട്ടുകാരോ വല്ല ഒരു അച്ഛനോ? ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കോലത്തിലാക്കിയില്ലേ? താങ്ക്സ്. പ്ലീസ്, വീട്ടിൽ കൊണ്ടുപോയി വിടാം. ഡ്രസ് ചേഞ്ച് ചെയ്യാലോ? നത്തിങ്. ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടൊന്നും ഒരു കാര്യമില്ല. അലക്കിയാൽ പോവാത്ത അഴുക്കും തടവിയാൽ പോകാത്ത തലയിലെഴുത്ത് എന്റേത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. കുട്ടി പൊക്കോളൂ. ഡസൻ മാറ്റർ, കുട്ടി പൊക്കോളൂ. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് വേഷം കെട്ടി പോവായിരുന്നു. ഇനിയിപ്പോ ഈ നീലക്കുറുക്കന്റെ വേഷത്തിൽ തന്നെ അങ്ങോട്ട് പോവാം. അയ്യോ, ഇന്റർവ്യൂവിന് പോവായിരുന്നോ? വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാം പ്ലീസ്. 10 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. ഇനി നീട്ടി വലിച്ച് നടന്നാൽ തന്നെ ഷാർപ്പ് ടൈമിൽ അവിടെ എത്താൻ പറ്റുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. എവിടെയാ ഇന്റർവ്യൂ എന്ന് വെച്ചാ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല, അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാ. പ്ലീസ്. ഇറ്റ്സ് ഓക്കെ, വെറുതെ വരാം. ഇറ്റ്സ് ഓക്കെ. കാറിൽ വരിക, ചെളി തീർപ്പിക്കുക,
അതേ കാറിൽ തന്നെ കയറ്റി കമ്പനിയുടെ വാതിക്കെ കൊണ്ട് ഇറക്കുക, ജോലി കിട്ടുക, എന്തൊക്കെയോ ചില ഐശ്വര്യങ്ങളുണ്ടടാ അവൾക്ക്. അവളെ പിന്നെ കണ്ടോ നീ? പേര് പോലും ചോദിച്ചില്ല. കാണണം, കണ്ടാലൊരു നന്ദി പറയണം. നിന്റെ പ്രേമം ഇതുവരെ മഹാദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? എന്തായാലും നിന്നെ പോലെ പ്രേമകൃഷിത്തോപ്പിലെ നോക്കുകുത്തിയാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. തുടക്കത്തിൽ അങ്ങനെയൊക്കെ തോന്നും. എടാ, എനിക്ക് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള പെണ്ണ് മറ്റെവിടെയോ ആണ്. ഏതോ അടുക്കളയിൽ അവളിപ്പോ അത്താഴത്തിന് അരിയിടുന്നുണ്ടാവും. അത് നിന്റെ പെണ്ണ്. എന്റെ പെണ്ണിപ്പോ അടുക്കളയിൽ ജോലിക്കാരിയോട് വഴക്കിടുന്നുണ്ടാവും. മഹാമടിച്ചിയാ, മൂക്കത്താ കോപം. ഭയങ്കര തന്റേടിയാ. ഓന്തുണ്ണി നായരോട് ധിക്കാരവും പറഞ്ഞ് തല്ലാനോങ്ങിയപ്പോഴോ സൂത്രത്തിൽ കൊഞ്ഞനം കുത്തി അകത്തേക്കോടും. ഇനി പഠിക്കാൻ ചെന്നിരുന്നപ്പോഴോ മനസ്സ് മുഴുവനും ഞാനായിരുന്നു. ജോഗ്രഫി പുസ്തകത്തില് 87-ാം പേജിൽ വെച്ച ഒരു മയിൽപ്പീലിത്തുണ്ട് ഒരു പിറന്നാളിന് ഞാൻ സമ്മാനിച്ചതാ. ആകാശം കാണാതെ പുറത്തെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആകാശം കണ്ട മയിൽപ്പീലി ചത്തുപോത്രേ. എടാ, ഇതിനേക്കാൾ വലിയ കോട്ടകൾ ഞാൻ കിട്ടിയിട്ടുണ്ട്, അറിയോ? ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒക്കെ തീറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടും അടുപ്പീന്ന് വലിച്ചെടുത്ത വിറക് കൊള്ളി പോലത്തെ തെണ്ടി മുറച്ചർക്കം വന്നപ്പോ എന്നെ കളഞ്ഞേച്ച് പോയില്ലേ? എന്തായാലും എന്നെ സഹായിക്കാൻ വന്ന് അവളുടെ അനുജത്തിയെ തന്നെ വലവീശി പിടിച്ചവനല്ലേ നീ? അവളുടെ അനുജത്തി ആയതുകൊണ്ട് പറയാ, വിശ്വസിക്കരുത്. പക്ഷെ അവള് പാവാടാ. എടാ, നീ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനെ ധിക്കരിച്ച് അവൾ ഇറങ്ങി വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ ഇത്രയും പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സംശയം. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എങ്ങനെ? ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരാൻ പറയാം. എന്തിന്? ഞാൻ വിളിച്ച അവള് വരുമെന്ന് അറിയണമല്ലോ. എത്ര മണിക്ക് ഇറങ്ങി വരാനാ പറഞ്ഞ? 11 മണിക്ക്. കൂട്ടുകാരാ, 11 മണിക്ക് ഇനി 11 മിനിറ്റ് പോലും ഇല്ല. ഏതായാലും കഷ്ടപ്പെട്ട് മതിലാടി വന്നല്ലേ, ഒരു 11 സെക്കൻഡ് കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. അവൾ ഇറങ്ങി വരും. അവള് വരുന്നുണ്ട്. ഇതെന്താ പെട്ടിയും പെട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്? ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഒളിച്ചോടെ. ആഭരണം ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോ അതും അടിച്ചോണ്ട് പോയെന്ന് വേണ്ടല്ലോ. ഒരു ജോഡി ഡ്രസ്സേ എടുത്തുള്ളൂ, അത് പോരെ? അത് മതി. പക്ഷെ നമുക്ക് ഇപ്പൊ ഒളിച്ചോടണ്ട. പിന്നെ രാത്രി ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട്? അത് വിളിച്ചാ വരുമെന്ന് അറിയാനായിരുന്നു. ഇപ്പൊ വിശ്വാസായി. സത്യമായിട്ടും ഞാൻ വിളിക്കും ഒരിക്കൽ. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കിപ്പം ഭയങ്കര ധൈര്യമായി. പോയിക്കോളൂ. തിരിച്ചു പോകാൻ ഇപ്പൊ പേടി. അച്ഛനെങ്ങാനും കണ്ടാലോ? കണ്ടാൽ സ്വപ്നാടനായിരുന്നു എന്ന് പറഞ്ഞാ മതി. സ്വപ്നാടനോ? ഉറക്കത്തിലെ സ്വബോധം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു തരം രോഗം അത്. ധൈര്യമായിട്ട് പോയിക്കോട്ടോ. അതെ, നുള്ളണല്ലേ? ഹലോ, ഹായ്. ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്താ ഇന്നത്തെ ഇന്റർവ്യൂ? ജോലി കിട്ടി, ജോയിൻ ചെയ്തു. റിയലി? ഓ ഗോഡ്, ഞാൻ പേടിച്ചു. എന്ത് വിഷമായിരുന്നോ ഞാൻ കാരണം. അതുകൊണ്ട് കിട്ടിയത്. സത്യം? ചളിയിൽ കുളിച്ചു വന്ന കാൻഡിഡേറ്റിനെ കണ്ടപ്പോ സിമ്പതി, പിന്നെ സ്മാർട്ടായിട്ട് 2 ഡയലോഗി കാച്ചപ്പോ ജോലി ഉറച്ചു. എന്താ ഇവിടെ? ദേ എന്റെ ഫ്രണ്ട് വൈകുന്നേരങ്ങളിൽ എന്നും ഇവിടെ വരും. ആ ചുവന്ന് തുടുത്ത മുഖം എത്ര കണ്ടാലും മതി വരില്ല. പ്രഭാതത്തേക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട് കേസാണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും വേണ്ടി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ പ്രതിഷേധമില്ല. ഒരു നിമിത്തം പോലെ കിട്ടി, ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചു ദിവസമായിട്ട് തെരഞ്ഞെടുക്കായിരുന്നു. 3 ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്കുക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. പ്ലീസ് ടേക്ക് ഇറ്റ്. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു. എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ സമയായി, പോട്ടെ. ഓക്കേ, ബൈ. സീ യു.
പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവൾ എടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ഭാഗ്യവാനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ? നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു. ആ, ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം. ദൈവമേ, വാസുവേട്ടാ. എവിടെ നോക്കിയാണ് ഓടുന്നത്? സോറി. സോറി. തോന്നിയതാ. ഓ, അമ്മേ. അയ്യോ. പെട്ടെന്ന് പേടിച്ചു പോയി അല്ലേ? ഞാനും ഒക്കെ ഞാൻ കണ്ടു, ഓടുന്നതും ഒളിക്കുന്നതും. എന്നെ പറ്റിക്കാനായിരുന്നില്ലേ? യെസ് യെസ്, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ കള്ളി. അങ്ങനെ എന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ, ഇന്നലൊരു കാര്യം മറന്നു. വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്. ഞാൻ പേര് ചോദിച്ചില്ല. അയ്യോ, ഞാനും മറന്നു. എന്താ പേര്? എന്റെ പേര് ലത എസ് പിള്ള. എന്റെ പേര് കുഞ്ഞനന്ദൻ. എന്താ കുഞ്ഞി അനന്തനായത്? അച്ഛന്റെ പേര് അനന്തൻ നായർ. ആറ്റുനോറ്റൊരു മോനുണ്ടായപ്പോ അച്ഛന്റെ പേരിനൊപ്പം കുഞ്ഞ് ചേർത്ത് വിളിച്ചു. അങ്ങനെ കുഞ്ഞനന്ദനായി. അമ്പലത്തിലെ ഉരുളി കമത്തിണ്ടായ മോനാ. ആ, ആ. അത് കണ്ടപ്പോ മനസ്സിലായി. ആ, ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ. ഓ ഷുവർ. വീട്ടിലെ കുട്ടികളെ നാവിന് വഴങ്ങാൻ പേരൊന്നുകൂടി കുഞ്ഞാക്കി. അവരെന്നെ കുന്തൻ മാമ എന്നാ വിളിക്കാറ്. കുണ്ടൻ മാമൻ? അയ്യേ, കുണ്ടൻ മാമനല്ല, കുന്തൻ മാമ. KUNDHAN, കുന്തൻ. കുന്തൻ, നൈസ് നെയിം. ഞാനും എന്നെ അങ്ങനെ വിളിക്കുക. എങ്ങനെ? കുന്തൻ. ഇഷ്ടാവില്ലേ? ഹാവൂ. വാസുട്ടൻ. എവിടെ പോയി? സോറി. പെട്ടെന്ന് എവിടെ പോയി? എന്താ ഓടിക്കളഞ്ഞത്? അല്ല, അത് പിന്നെ നമ്മള് എനിക്കറിയാം, ഫ്രണ്ട്സുകൾ ആരോ കണ്ടു അല്ലേ? ഇനിയിപ്പൊ ചോദിക്കും, ഐസ്ക്രീം നുണഞ്ഞ് കൂടെ ചെത്തി നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. അപ്പൊ എന്ത് പറയും? അപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ചുമ്മാ പറഞ്ഞേക്ക്, എന്റെ ലവർ ആണെന്ന്. എന്താ, എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? See you, Kundu. Bye. Bye. കുണ്ടൻ അഥവാ കുന്തം, നിനക്ക് പറ്റിയ പേര് തന്നെ അവള് വിളിച്ചിരിക്കുന്നത്. കൊതിപ്പിക്കാണ് അവള്, ശരിക്കും കൊതിപ്പിക്കുക.